ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രവർത്തക യോഗം ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും സൗന്ദര്യമുള്ള എല്ലാ മനുഷ്യർക്കും തുല്യമായ അധികാരം നൽകുന്ന തുല്യ പരിഗണന നൽകുന്ന ഇന്ത്യൻ ഭരണഘടന. വിയോജിക്കാനായിട്ടുള്ള അവകാശം യോജിക്കാനുള്ളതുപോലെ തന്നെ നൽകിയ നമ്മുടെ ഭരണഘടന. അല്ലാതെ യോജിപ്പ് മാത്രമല്ല, വിയോജിക്കാനുള്ള അവകാശമുണ്ട്, വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കുവാനുള്ള അവകാശമുണ്ട്, നമുക്ക് അംഗീകരിക്കുവാനും പ്രതിഷേധിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വളരെ പ്രത്യേകമായ ഒരു ഭരണഘടനയാണ്. ഏറ്റവും ഈ രാജ്യത്തിന്റെ പരിച്ഛേദനമാണ്, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പരിച്ഛേദനമാണ് ഇന്ത്യൻ ഭരണഘടന. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന ഒരു ഭരണഘടന, ഇങ്ങനൊരു ഭരണഘടന ലോകത്തെ എവിടെയുമില്ല. ആ ഭരണഘടനാപരമായ ദൗത്യമാണ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചകൾക്കെതിരായിട്ട് നമ്മൾ സമരം നടത്തുന്നത്, പ്രതിഷേധിക്കുന്നത്. ആ ഭരണഘടന നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നമ്മൾ നിർവഹിക്കുകയാണ്. ആ ദൗത്യം നിർവഹിക്കുന്ന ആളുകളെ ചെടിച്ചട്ടിക്ക് തല്ലി, അവരെ ഹെൽമെറ്റിനടിച്ച്, അവരെ ഇരുമ്പ് ദണ്ടിനടിച്ച്, അവരെ കൊല്ലാൻ നടത്തുന്ന ശ്രമം, അത് പ്രതിഷേധിക്കാനായിട്ടുള്ള മൗലികമായ അവകാശത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് കാണാത്തതാണ്. കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി PV ജോയി പൂവൻ നിൽക്കുന്നതിൽ ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന മണ്ഡലം പ്രസിഡന്റ് ടോമി പുളിമാൻതുണ്ടം, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് G ഗോപകുമാർ, നീണ്ടൂർ മുരളി, ജോറോയ് പുന്നാറ്റിൽ, ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ലവ്ലി ജോർജ്, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൽ, KG ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജെയിംസ് തോമസ് പ്ലാക്കിത്തോട്ടിൽ, അഡ്വക്കേറ്റ് P രാജു, വിഷ്ണു ചെമ്മണ്ടപള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. സമ്മേളനാനന്തരം പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഏറ്റുമാനൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി.